ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കഥയിലുമുണ്ടൊരു കാര്യം, സ്റ്റോറി തെറാപ്പിയുടെ ഇന്ന് 85th സെഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വലിയേറിയ ഒരു അതിഥി നമുക്കുണ്ട്. സ്റ്റോറി കഥകൾ പറയുമ്പോൾ അതിനകത്ത് ഒരു സ്വല്പം സൈക്കോളജി ചായ്വുണ്ടെങ്കിൽ ആ കഥകൾക്ക് നല്ല ഡെപ്ത് ഉണ്ട്, അല്ലേ? നല്ല ഫീലിംഗ് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മളോട് കൂടിയുള്ളത് ജോമോളാണ്. ഇതിനു മുമ്പ് ജോൺ ചാണ്ടി സാർ ക്ലാസ് എടുത്തിരുന്നു. സാറിൻ്റെ മോളാണ്. ഇപ്പോൾ UK-യിലാണ്. സൈക്കോളജിസ്റ്റാണ്. ബിസിനസ് സൈക്കോളജി, അല്ലേ, ഓർഗനൈസേഷൻ സൈക്കോളജിയിൽ ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സോ ഇന്നത്തെ കഥയിൽ ജോമോളുടെ കഥ നമുക്ക് കേൾക്കാം. നിങ്ങളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ജോമോൾ ജോണിനെയും. ജോമോൾ, യു ആർ വെൽക്കം. താങ്ക് സോ മച്ച്. ആദ്യം തന്നെ ഈ കൂട്ടായ്മയെ പറ്റി എനിക്ക് രണ്ടു വാക്ക് പറയാനുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാര്യം നമ്മള് അന്യം നിന്ന് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് കഥ പറച്ചിൽ ഒക്കെ. വളരെയധികം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കൊച്ചുനാളില് ഞാൻ ഉറങ്ങിയിരുന്നത് എൻ്റെ വല്യമ്മച്ചിയുടെ കഥകൾ കേട്ടാണ്. വല്യമ്മച്ചിയുടെ കഥകൾ കേൾക്കാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല എൻ്റെ കൊച്ചു പ്രായത്തിലൊക്കെ. പലതരത്തിലുള്ള കഥകളുണ്ട്, ഹോജ കഥകളുണ്ട്, മോറൽ സ്റ്റോറീസ്. കൂടുതലും കഥകൾ എന്നതിനപ്പുറമായിട്ട് മോറൽ സ്റ്റോറീസ്, ഇപ്പം രാജ്യതന്ത്രങ്ങൾ കഥകൾ പറയുമ്പോഴും അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ആൾക്കാര് സീക്രട്സ് കൈമാറാൻ പോലും കഥകൾ എന്ന ഒരു രീതിയിൽ അല്ലെങ്കിൽ കഥകൾ ഒരു ഉപാധിയായി നിർത്തിക്കൊണ്ട് പലരിലേക്കും പല കാര്യങ്ങൾ കൈമാറിയിരുന്നത് കഥകളിലൂടെയാണ്. എഴുത്തും വായ്ത്താരികളും ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ എവല്യൂഷൻ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ, നമ്മുടെ കേവ് പെയിന്റിങ്സും അതുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാം കഥ പറച്ചിലിന്റെ ഒരു ആരംഭം പണ്ട് മുതലേ ഉണ്ട്. കാര്യങ്ങൾ കൈമാറുന്നതിലും കഥകളുടെ ഒരു റോൾ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുഞ്ഞ് തന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ അതിന്റെ ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് നമ്മൾ പറയും. അത് കണക്ക് കുഞ്ഞിലെ അവർ കേൾക്കുന്ന കഥകൾ, മോറൽ സ്റ്റോറീസും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വാല്യൂ വളരെയധികം വലുതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇപ്പം ഫാമിലീസ് ഒക്കെ ന്യൂക്ലിയർ ഫാമിലീസും സംസാരിക്കാൻ പോലും സമയമില്ലാത്ത ഈ സമയത്ത്, വളരെ ഹറിബറിയായിട്ട് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ കഥകൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സമയം കണ്ടെത്തി അത് ഒരു കൂട്ടായ്മയായി രൂപീകരിച്ച് അതിന് കൃത്യമായി ചിട്ടയോടും അടുക്കോടും കൂടി ആൾക്കാരെ കൂടി വരുന്നതും അത് ചർച്ച ചെയ്യുന്നതും അതിനെപ്പറ്റി അനുഭവ സമ്പത്തുള്ള, ഞാൻ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് പേരോട് സംസാരിക്കുകയുണ്ടായി, അനുഭവ സമ്പത്തുള്ള കുറച്ച് പേർ അവരുടെ അനുഭവങ്ങളും കൂടെ ചേർത്ത് അതൊരു വലിയൊരു മികച്ച തെറാപ്പിയായി, ഇത് പേര് പറയുന്ന പോലെ ഒരു സ്റ്റോറി തെറാപ്പി ആയിട്ട് മാറട്ടെ. അതിന് വലിയൊരു അഭിനന്ദനങ്ങളും സന്തോഷവും ഇങ്ങനെ ഒരു ഇത്. അപ്പം ഇന്ന് എനിക്ക് അല്ലെങ്കിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന, എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത, ഞാൻ കൊച്ചിലെ പഠിച്ചിട്ടുള്ള ഒരു കഥയാണ്. ഞാൻ അങ്ങനെ അധികം വായിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. പക്ഷെ എൻ്റെ മലയാളം ക്ലാസ്സുകളിൽ എൻ്റെ മലയാളം ടീച്ചർമാർ പറയുന്ന പകുതി പറയുന്ന കഥകൾ തേടിയുള്ള യാത്രയിൽ ഞാൻ എപ്പോഴേക്കോ വായിക്കാൻ തുടങ്ങി. അങ്ങനെ കഥകളുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവുന്നത്. വളരെ ചെറിയൊരു കഥയാണ്, പലരും കേട്ടിട്ടുള്ളതും അല്ലെങ്കിൽ അറിയാവുന്നതുമായിട്ടുള്ള ഒരു കഥയായിരിക്കും. ഒരു കുടയും കുഞ്ഞിപ്പെങ്ങളും. മുട്ടത്ത് വർക്കി എഴുതിയ ഒരു നോവലാണ് ഒരു കുടയും കുഞ്ഞിപ്പെങ്ങളും എന്ന് പറയുന്നത്. മലയാള ബാലസാഹിത്യ രംഗത്തെ എക്കാലത്തെയും ഹൃദയസ്പർശിയായ ഒരു നോവലാണ് മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞിപ്പെങ്ങളും എന്ന് പറയുന്നത്. സഹോദര സ്നേഹത്തിന്റെയും നൈർമല്യവും അനാഥത്തിന്റെ ദുഃഖഭാരവും നാണയത്തിന് 2 വശങ്ങളായി മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു ചെറു നോവല് കൂടിയാണ് ഒരു കുടയും കുഞ്ഞിപ്പെങ്ങളും. ഇതിനകത്ത് 1961 ഈ നോവൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. മാതാപിതാക്കളില്ലാത്ത അമ്മയുടെ സഹോദരിക്കൊപ്പം അനാഥനായി വളരുന്ന ബേബി, ലില്ലി എന്നു കുട്ടികളുടെ കഥയാണ് ഈ
കഥയിൽ പരാമർശിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും UP ക്ലാസ്സുകളിലൊക്കെ പഠനത്തിന്റെ ഭാഗമായി ഒരു ഒരു ചാപ്റ്റർ ഇത് തന്നെ ഉണ്ടെന്നാണ്. റഷ്യൻ ഭാഷയിലേക്കും വിവിധ ഇന്ത്യൻ ഭാഷയിലേക്കും വിവർത്തനം ചെയ്തപ്പെട്ട ഒരു കൃതി കൂടിയാണിത്. ഗ്രന്ഥകാരനെ പറ്റി പറയുകയാണെങ്കിൽ മുട്ടത്ത് വർക്കി അദ്ദേഹം കേരളത്തിൽ കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിൽ ചെത്തിപ്പുഴ എന്ന ഗ്രാമത്തിൽ ജനിച്ച് 65 നോവലുകൾ ഉൾപ്പെടെ 132 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു നോവൽ തന്നെയാണ് ഒരു കുടയും കുഞ്ഞിപ്പങ്ങളും. മഴയുള്ള ഒരു ദിവസം, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അതിന്റെ പ്രസക്ത കുറച്ച് ഭാഗങ്ങളും അതുമായി അനുബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. മഴയുള്ള ഒരു ദിവസം സ്കൂളിൽ പോവുകയായിരുന്ന ലില്ലിയെ കുടയിൽ കയറ്റാതിരുന്ന പണക്കാരിയായ സഹപാഠി ഗ്രേസി ആണ് ആ ഒരു കഥയുടെ തുടക്കം. വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ബുക്ക് വായിക്കുമ്പോൾ ഒരു ഇരിപ്പിലിരുന്ന് വായിച്ചു തീർക്കാൻ പറ്റിയ ഒരു കുഞ്ഞു പുസ്തകമാണ്. അതിന്റെ തുടക്കത്തിൽ മഴയെ പറ്റിയും അവര് പോകുന്ന കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പോ പെട്ടെന്ന് പോകുന്ന വഴിയിൽ പണക്കാരിയായിട്ടുള്ള ഒരു ക്ലാസ്മേറ്റ് കുടയുമായിട്ട് പോകുന്നു. അവളോട് ചോദിക്കുന്നു, ലില്ലി ചോദിക്കുമ്പോൾ അവളെ കേറ്റുന്നില്ല. അത് കണ്ട് സങ്കടം വന്ന് സഹോദരനായ ബേബി അവളുടെ നെറ്റി, അതായത് ഗ്രേസിയുടെ നെറ്റി അടിച്ചു പൊട്ടിക്കുന്നു, എറിഞ്ഞു പൊട്ടിക്കുന്നു. അങ്ങനെ പോലീസിനെ പേടിച്ച ബേബി നാട് വിടാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേന് സഹോദരിയായ ലില്ലിയോട് പറയുന്നു, ഞാന് ഞാൻ തിരിച്ചു വരുമ്പോ ചില്ല് കൈപ്പിടിയിൽ കുരുവിയുടെ രൂപമുള്ള ഒരു കുടയുമായി ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ തിരിച്ചു വരും എന്ന ഉറപ്പോടുകൂടിയാണ് ഇറങ്ങിപ്പോകുന്നത്. പോകുന്നതിന് ശേഷം ആ സഹോദരനെ പറ്റി, അനാഥ ആയിരുന്നിട്ട് പോലും മീൻസ് പേരമ്മയുടെ വീട്ടിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. വളരെയധികം കോണ്ടാക്ട്സും കാര്യങ്ങളൊന്നുമില്ല. സഹോദരൻ പോകുന്നു, വീണ്ടും ഇവൾ ഒറ്റയായി പോകുന്നു. അങ്ങനെ ബേബിയുടെ കോണ്ടാക്ട്സ് ഒന്നും ഇല്ലാതെ വരുമ്പോ അതായത് പേരമ്മയുടെ അവര് മാമിത്തള്ളയെന്നാ വിളിക്കുന്നത്, അതിന്റെ അസഹ്യമായ ഡൊമസ്റ്റിക് വയലൻസും കാര്യങ്ങളും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ ലില്ലി വീട് വിട്ടിറങ്ങുകയാണ്. അങ്ങനെ അവളൊരു ഡോക്ടറിന്റെ വീട്ടിലെത്തുന്നു. അവിടുത്തെ 2 മക്കൾക്കൊപ്പം ലില്ലി വളരുന്നു. അതേ നഗരത്തിൽ തന്നെ വേറൊരു വശത്ത് ബേബി സൗദാമിനി എന്ന് പറയുന്ന ഒരു സംഗീത അധ്യാപികയുടെ വീട്ടിൽ എത്തിപ്പെടുന്നു. അങ്ങനെ ഈ ഇവരെത്തിപ്പെടുന്ന ഇടങ്ങളിൽ ഇവരെ പറ്റി അറിയുമ്പോ ഈ സൗദാമിനി ഈ ലില്ലിയെ കണ്ടുപിടിക്കാനായിട്ട് ഡോക്ടർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ ശ്രമിക്കുമ്പോഴത്തേന്, ലില്ലി എത്തിപ്പെട്ട വീട്ടിലെ ആൾക്കാർ ശ്രമിക്കുമ്പോഴത്തേന് അത് ഒരു രീതിയിലും അത് നടപടിയാകുന്നില്ല. അങ്ങനെ കണ്ടെത്താനും ഒന്നും സാധിക്കുന്നില്ല. അങ്ങനെ ഡോക്ടറുടെ മക്കളെ സംഗീതം പഠിപ്പിക്കാൻ എത്തുന്ന ഒരു അധ്യാപികയായിട്ട് സൗദാമിനി എത്തുന്നു. അവരിൽ നിന്ന് ബേബിയെ കുറിച്ച് അറിഞ്ഞ ഡോക്ടർ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അവിടെ വളർന്ന അവൻ പഠിച്ച് ഡോക്ടറാകുന്നു. ഡോക്ടറുടെ മകൾ മോളിയെ അയാൾ വിവാഹം കഴിക്കുന്നു. ലില്ലിയെ ഡോക്ടറുടെ മകൻ ജോയും വിവാഹം കഴിക്കുന്നു. ഡോക്ടറായ ബേബി ഒരു യുവതിയെ രോഗമുക്തയാക്കുന്നു. അവര് പലരും ക്യൂർ ആകില്ല എന്ന് പറഞ്ഞ ഒരു രോഗത്തെ ബേബി ചികിത്സിച്ച് ഭേദമാക്കി കൊടുക്കുന്നു. അതുപോലെ അപ്പം അതിനു പകരമായിട്ട് ആ യുവതി കുറെ പണം ഒരു സന്തോഷ സൂചകമായി കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബേബി പറയുന്നു, എനിക്ക് പണമല്ല വേണ്ടുന്നത്, ഒരു കുടയാണ് സമ്മാനമായിട്ട് വേണ്ടുന്നതെന്ന് പറയുന്നു. ആ കുട നൽകാൻ ലില്ലി ഗ്രേസ് യുവതി വരുമ്പോൾ അത് വാങ്ങാൻ ലില്ലി റെഡി ആയിട്ട് നിൽക്കുക. അപ്പം ബേബി പറഞ്ഞു, ഇത് ഗ്രേസിയാണ്, അവളെയാണ് ഞാൻ സൗഖ്യമാക്കിയത്, അവളെ നിന്ന് എനിക്ക് ഈ കുടയാണ് വേണ്ടുന്നത്, നീ തന്നെ വാങ്ങണം എന്ന് പറയുന്നു. ഇങ്ങനെയാണ് ആ ഒരു കഥ അവസാനിക്കുന്നത്. ഇത് ഇത്രേ ഉള്ളൂ, ഒരു കുഞ്ഞു കഥയാ. ഡിസ്കഷൻ പോകുന്നതിന് മുമ്പ് ചെറിയൊരു തോട്ടും കൂടെ തരണം എന്ന് ആഗ്രഹിക്കുന്നു.
നമ്മുടെ സമൂഹ പശ്ചാത്തലത്തിൽ റിവെഞ്ച്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. പത്രങ്ങളിൽ കൂടെയും സോഷ്യൽ മാധ്യമങ്ങളിൽ കൂടെയും ഒരുപാട് റിവെഞ്ച് കഥകളും വായിക്കുന്നുണ്ട്. നമ്മളിപ്പോ കേട്ടതും ഒരു തരത്തിൽ പറഞ്ഞ റിവെഞ്ച് ആണ്. പക്ഷെ ഒരു സ്വീറ്റ് റിവെഞ്ച്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് വേണ്ടുന്നത് ചില സ്വീറ്റ് റിവെഞ്ചുകളാണ്. മനുഷ്യനാണ് പല രീതിയിലുള്ള ആഹ് എന്താ പറഞ്ഞേ ആങ്കേഴ്സ് കാണും, അല്ലെങ്കിൽ കുറെ ദേഷ്യം, വൈരാഗ്യം, എന്താ റിവെഞ്ചുകൾ എല്ലാം ഉണ്ട്. പക്ഷേ അതെല്ലാം ഉൾപ്പെടുന്നതാണ് ഒരു മനുഷ്യൻ. അതേസമയം മനുഷ്യൻ ഒരു സമൂഹ ജീവിയുമാണ്. എങ്ങനെ അതിനെയൊക്കെ ഏറ്റവും നല്ല രീതിയിൽ സമൂഹത്തിന് മെച്ചപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതൊരു സ്വീറ്റ് റിവെഞ്ച് ആക്കി മാറ്റാം, അല്ലെങ്കിൽ അതൊരു പ്രയോജനമുള്ള വഴിയാക്കി തീരണം. അങ്ങനെ വേണം നമ്മുടെ കാര്യങ്ങളെയൊക്കെ നമ്മൾ മാറ്റാനായിട്ട്. താങ്ക് യു. ഇതേ ഉള്ളൂ കുഞ്ഞൊരു കഥ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും മലയാള ബാലസാഹിത്യ തലങ്ങളിൽ ഏറ്റവും ഹൃദയസ്പർശിയായിരുന്ന ഒരു നോവലാണ് മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞുമകളും. ഇവിടെ കുട്ടിക്കാലത്ത് ഈ കഥയ്ക്ക് ഒത്തിരി കൃത്യമായ അർത്ഥതലങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു മാനസിക മുറിവുകൾ എന്നൊക്കെ പറയാം. കുട്ടിക്കാലത്ത് താൻ ആഗ്രഹിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം കിട്ടാതെ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ മനസ്സിൻ്റെ മുറിവ്, അവസാനം ആ മുറിവ് കൃത്യമായിട്ട് ആ ഒരു പ്രോസസ്സിലൂടെ തന്നെ മാറ്റുന്ന സ്വഭാവം ആണോ. എത്ര പ്രായമായാലും ഡോക്ടറായാലും ആ മുറിവുകൾ മാറുന്നില്ല. ആ മുറിവുകൾ അതിൻ്റേതായ അർത്ഥതലങ്ങളോടുകൂടി മനസ്സിൽ നിൽക്കുന്നു എന്ന് സൈക്കോളജിക്കലായിട്ട് പറയാമെങ്കിലും, പക്ഷെ ഇതിൻ്റെ അത് മനോഹരമായ ഒത്തിരി സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി പേര് ഇത് വായിച്ചു കാണും. ഈ കഥയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചർച്ച നടത്താം. ഒത്തിരിയും കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇതിലൂടെ സ്പർശിക്കാനുണ്ട്. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ കഥകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യതയില്ല. കാരണം ഇന്ന് ഒന്നല്ല 4 കുട വേണമെങ്കിൽ കൊണ്ടുവരും, അല്ലേ? ആ കാലഘട്ടമാണ് ഇന്നത്തെ. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനകത്തൊരു പക്ഷേ ഇതുപോലുള്ള ഒത്തിരി അനുഭവങ്ങളുടെ സാധ്യതകളുണ്ട്. പക്ഷേ ഇന്നും ഇതുപോലത്തെ കുട്ടികളുണ്ട്, ഇങ്ങനത്തെ ബാല്യങ്ങളുണ്ട് എന്ന് വേണം ചിന്തിക്കാൻ. എല്ലാവരുടെ കയ്യിലും എല്ലാം ഉള്ളപ്പോഴും ഒന്നും ഒരു കുട പോലും ഇല്ലാതെ വരുന്ന ഇതുപോലത്തെ സാഹചര്യങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ അവിടെയാണ് തീർച്ചയായിട്ടും നമുക്ക് സ്വല്പം ഒന്ന് ശ്രദ്ധയോടെ അവരെയൊക്കെ പരിഗണിക്കേണ്ടതുള്ളത്. ഓക്കെ, നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ആരാണ് തുടങ്ങുന്നത്? ശ്രീകുമാരി മാം തുടങ്ങിക്കോ. നല്ലൊരു കഥ. എനിക്ക് തോന്നുന്നത് TV ഉണ്ടായിരുന്നു ലില്ലിയും ഈ ബേബിയുടെയും കഥ, ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്നുള്ള സീരിയലിൽ കുറെ പണ്ട്, ഇപ്പോഴൊന്നും അല്ല, എത്രയോ വർഷത്തേക്ക് മുമ്പ്. അത് എനിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ അതാണ് എന്റെ ഓർമ്മയിൽ. കാർട്ടൂൺ പോലെ ഉണ്ടായിരുന്നു ഒരു കഥ. അത് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ലില്ലി എന്നുള്ള പേര് കേട്ടപ്പോ തന്നെ എനിക്കത് ഓർമ്മയിൽ വന്നു. വളരെ രസകരമായ ഒരു കഥ. അതിൽ ആ കുട്ടിയെ അഭിനയിച്ച കുട്ടിയൊക്കെ എനിക്കിപ്പോ മനസ്സിലെങ്ങനെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു വളരെ മനോഹരമായ മുട്ടത്ത് വർക്കിയുടെ കഥകളെല്ലാം തന്നെ നല്ലതാണ്. പണ്ട് ഞാൻ ധാരാളം നോവലൊക്കെ വായിക്കുമായിരുന്നു. ഇപ്പോൾ വായനയൊക്കെ വളരെ കുറവാണ്. അങ്ങനെ ഒരു മേം പറഞ്ഞതുപോലെ അത് ആ കുട്ടിക്കാലത്തുള്ള അനുഭവം, തിക്താനുഭവം ഒരു മധുര പ്രതികാരത്തിലൂടെ നിറവേറ്റിയെടുക്കുന്നു. അവരുടെ അങ്ങനെ എന്താണ് ആഗ്രഹം സഫലമായി, പഠിച്ചു മിടുക്കനായി, ഡോക്ടറായി. സഹോദര സ്നേഹമാണ് അതിൽ നിന്നുണ്ടാകുന്നത്. ആ ലില്ലിയോടുള്ള സ്നേഹം. അനാഥരായിട്ടാണെങ്കിലും അവർ വളർന്ന് വലുതായി മിടുക്കരായി എന്നു. മറ്റൊരാളിന്റെ സഹായത്തോടുകൂടെ, ഏതിനും ഒരാളിന്റെ സഹായം, എല്ലാവർക്കും ഒരു പരസഹായം ഉണ്ടെങ്കിലല്ലേ മുന്നേറാൻ പറ്റുകയുള്ളൂ. ഒറ്റയ്ക്കൊന്നും പറ്റില്ലല്ലോ. അനുകൂലമായ സാഹചര്യം വന്നപ്പോ അവർ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഈശ്വരാനുഗ്രഹം അവർക്കുണ്ടാകുന്നു. അങ്ങനെ ആ രോഗിയെ തിരിച്ച് രക്ഷിച്ചെടുക്കാൻ ബേബിക്ക് തന്നെ സാധിക്കുന്നു, ഡോക്ടറായി വന്നു. നല്ലൊരു കഥയാണ്. ടീച്ചറിന്റെ അവതരണമൊക്കെ ഉള്ള ആദ്യമായിട്ടാണെങ്കിലും പെട്ടെന്നൊരു പുതുമുഖത്തിനെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ആദ്യമേ വളരെ സന്തോഷം. ടീച്ചർ നല്ല കഥ. ചെറുതാണെങ്കിലും വലിപ്പത്തിൽ കാര്യമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നതിനേക്കാൾ വളരെ ചെറുതാണെങ്കിൽ ഹൃദ്യമായിരുന്നു. ഹൃദ്യമായ അവതരണം, വളരെ മനോഹരം, വളരെ രസകരമായി പറഞ്ഞു. താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ,
ഓമന ടീച്ചർ. താങ്ക് യു സർ. ഇത് പണ്ട് പഠിച്ചായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. പഠിക്കുന്ന കാലത്തൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഭയങ്കര നൊസ്റ്റാൾജിയ തോന്നി. കുഞ്ഞിപ്പെങ്ങളെന്ന് പറയുന്നത് കുഞ്ഞു പെങ്ങളെന്ന്. പിന്നെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും. പേര് ഞാൻ മറന്നുപോയായിരുന്നു, ലില്ലി ബേബി എന്നുള്ള. മേരിക്കുണ്ടൊരു കുഞ്ഞാടും ഈ കഥ ഒരുമിച്ച് ഒരു കോമ്പിനേഷൻ പോലെ പോയായിരുന്നു. അപ്പം ശരിക്കും അവസാനം പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഒരു 14 വയസ്സുള്ള ഒരു പയ്യൻ തൃശ്ശൂര് അവനോട് നീ എന്താ അങ്ങോട്ട് പോണേന്നോ എന്തോന്ന് ചോദിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്കും കുത്തൽ കഴിഞ്ഞു, കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സമയമാണ്. നമുക്ക് പിള്ളേരോടൊന്നും പണ്ടത്തെ പോലെ ഒന്നും ചോദിക്കത്തില്ല, പറയത്തില്ല. എന്തെങ്കിലും കണ്ടാൽ നമ്മൾ മൈൻഡ് ചെയ്യുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന ആ ഒരു ഭാഗമായിട്ട് പോലും നമുക്കൊന്നും ആരോടും പിള്ളേരോടൊന്നും പറയത്തില്ലാത്തൊരവസ്ഥയാണ്. പിന്നെ അവരെന്താ കഴിച്ചിരിക്കുന്നത്, അവരുടെ അവസ്ഥ എന്താണ്, അവരെന്നാ പ്രതികരിക്കാൻ പോണേന്ന് അറിയാത്തൊരു കാലമാണ്. അപ്പം അത് ആ കാലം കൂടിക്കൂടി വരുന്നേ ഉള്ളൂ, കുറയുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള കഥകളൊന്നും പിള്ളേരുടെ അടുത്തോട്ടൊന്നും ഇപ്പൊ എത്തുന്നില്ല. പിള്ളേർക്ക് ഈ മറ്റേ ക്ലാസ് എടുക്കാൻ ഒരു സ്കൂളില് ചെന്നപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങുന്നത് 2 മണിക്കോ 3 മണിയൊക്കെ വരെയൊക്കെ ഉറങ്ങാതെ ഇരിക്കുന്നുണ്ട്. പഠിക്കുവാന്നോർത്ത് ചോദിച്ചപ്പം പറഞ്ഞത് റീൽസ് കാണുവാന്നാ. അങ്ങനെ ഉറങ്ങാതെ കിടന്ന് റീൽസ് കാണുന്ന പിള്ളേരെ ഒന്നിനും കൊള്ളാത്ത മനുഷ്യരായി മാറിപ്പോവുകയല്ലേ. അപ്പൊ ആ റീൽസ് എന്ന് പറഞ്ഞാൽ വെറും, എന്താ പറയാ, ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ വെറും വളിപ്പാണ്. അതിൻ്റെ അകത്തൊന്നും ഒരു ഗുണമുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആ ഒരു കാലഘട്ടമാണ്. അപ്പൊ ഈ പ്ലാറ്റ്ഫോം, സംസാരത്തിന്റെ ഈ പ്ലാറ്റ്ഫോം വന്നിരിക്കുന്നവരല്ലാത്തവരും ആരെങ്കിലും ഈ കാണുവാണെങ്കിലും അല്ലെ കേൾക്കുവാണെങ്കിലും അല്ലേ പ്രയോജനപ്പെടുകയുള്ളൂ. വന്നിരിക്കുന്നവരെല്ലാം അത്യാവശ്യം ബോധമുള്ളവരാണ്. കുറച്ച് ബോധം കുറഞ്ഞ കുട്ടികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ഇതിലേക്ക് എത്തിക്കാൻ എന്താ വഴിയെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നു. താങ്ക് യു മാം. നല്ല കഥയായിരുന്നു, നല്ല അവതരണമായിരുന്നു. ആരും അത്രയും പഴയ ഒരു കഥ എടുത്തോണ്ട് വരികയില്ല. അപ്പം അതൊരു പുതുമയായി. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, ജ്യോതികുമാർ സാർ. സാർ ഫ്രീ അല്ലേ? സാറ് പാടും പരിചയം എടുത്തും പോകും. ജോർജ് സാർ വരുന്നു. ഓക്കെ, ജോർജ് സാർ പറഞ്ഞു. Sir, thank you, sir. Hi, ജോമോൾ, കൺഗ്രാജുലേഷൻ. വലിയ ഒരു ഗ്രഹാതുരത്വം തോന്നുന്നു. ഞാൻ നോൺ ഡീറ്റെയിൽ ടെക്സ്റ്റായിട്ട് ഈ ഒരു കുടയും കുഞ്ഞുപെങ്ങളും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അക്കാലത്ത് ആ കഥ വായിച്ച് ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, പലപ്പോഴും. പക്ഷേ ഇപ്പോൾ കഥാപാത്രങ്ങളെ കുറിച്ച് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ മുട്ടത്തുവർക്കയുടെ ഒരു കുടയും കുഞ്ഞുപെങ്ങളും സുബോധം ഉള്ളിടത്തോളം കാലം മനസ്സിൽ നിലനിൽക്കും, സംശയമില്ല. വളരെ വൈകാരികമായ രംഗങ്ങളാണ് ആ കഥകളിലൂടെ കടന്നു പോയിട്ടുള്ളത്. കഥാപാത്രങ്ങൾ വായിക്കുമ്പോൾ പലപ്പോഴും കണ്ണ് നിറഞ്ഞു പോന്നിട്ടുണ്ട്. ആരും കാണാതെ മുഖം തിരിച്ചു പിടിച്ചിരുന്ന നിമിഷങ്ങൾ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. കൂടെ കരയാൻ അവരിലൊരു കഥാപാത്രമായി മാറാൻ തോന്നിയ ഒരു നേരമുണ്ട്. ഇപ്പോൾ മാം ഇത് പറഞ്ഞപ്പോൾ പോലും എൻ്റെ മനസ്സ് അങ്ങോട്ടേക്ക് പോയി. ആ ബാല്യകാലത്ത് അത്രമാത്രം ഹൃദയത്തെ പിടിച്ച് കുലുക്കുന്ന, നുള്ളി നോവിക്കുന്ന വിധത്തിലുള്ള വികാരങ്ങൾ ആ കഥാപാത്രങ്ങളിലുണ്ട്. വളരെ എന്താ പറയുക, യുക്തിയായി പോയി, വളരെ ഭംഗിയായി ആ പ്രസന്റേഷൻ. മനസ്സിൽ തട്ടിയതുകൊണ്ട് മാത്രം വന്ന് ഇത്രയും പറയുക. ഇനിയും മരണം ഇത്തരത്തിലുള്ള കഥ സമാഹാരം തോണ്ടിയെടുത്ത് അന്ന് മുത്തശ്ശി പറഞ്ഞ ആ കഥകളൊക്കെ ഒന്ന് ഓർത്തെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടി വരണം. താങ്ക് യു സോ മച്ച് മാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശുഭദാൻ ഡോക്ടർ ഉണ്ടോ? എനിക്ക് ആ പണ്ടത്തെ കഥ വീണ്ടും കേട്ടതിൻ്റെ ഒരു സുഖവും സന്തോഷവും ഉണ്ട്. കാരണം പ്രത്യേകിച്ചും ഈ മുട്ടത്ത് വർക്കി ഒരുപാട് അധിക്ഷേപങ്ങൾക്ക് വിധേയനായ ഒരു എഴുത്തുകാരനായിരുന്നു. കാരണം ഈ വൻകിട സാഹിത്യകാരന്മാരെല്ലാം ഈ പൈങ്കിളി എഴുതുന്ന ആളെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ
അന്നേ അദ്ദേഹം പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ഈ മലയാള സാഹിത്യം തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഭാഷാപിതാവ് പൈങ്കിളിയെ കൊണ്ട് കഥ പറയിച്ചുകൊണ്ട് ആത്മരാമായണം തുടങ്ങുന്നത് തന്നെ പൈങ്കിളിയെ കൊണ്ട് പറയിക്കുന്നതായിട്ടാണല്ലോ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞൊക്കെ അന്നത്തെ എൻ്റെ ബാല്യകാലത്തിൽ കേട്ട ഓർമ്മകളൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ ഈ കഥയുടെ പേരല്ലേ എത്ര മനോഹരമായ ഒരു പേരാണ്, ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്നുള്ള പേര്. അതിന് വേറൊരു പേരിട്ടിട്ടുണ്ട് ആ കഥ ഇതുപോലെ നമ്മുടെ മനസ്സിൽ നിൽക്കില്ല, കുടയും കുഞ്ഞു പെങ്ങളും എന്നുള്ളത്. അപ്പൊ വളരെ ഹൃദയസ്പർശിയാണ്. പക്ഷെ ഇതിൽ ഈ നമ്മുടെ മധുര പ്രതികാരം എന്ന് പറയണ്ട, മധുരമുള്ളൊരു കഥ എന്ന് നമുക്ക് പറഞ്ഞാൽ മതി. ആരോടും പാവം സാധു കുഞ്ഞുങ്ങൾ പ്രതികാരം ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. അത് റിവെഞ്ച് എന്ന് പറയുമ്പോൾ ഇതിന്റെ മധുരം അങ്ങ് നഷ്ടപ്പെട്ടു പോയി. കാരണം ഈ പകവെച്ചിട്ടുള്ള ഒരു ഇതില് പത്മരാജന്റെ ഇതാ ഇവിടെ വരെ പോലെ പ്രതികാരം ചെയ്യാൻ വരുന്നത് പോലെ കുടയും വാങ്ങി വരികയൊന്നുമല്ല. അത് വളരെ മധുരമുള്ള ഒരു സമ്മാനം എന്ന് പറഞ്ഞാൽ സഹോദര സ്നേഹം. പിന്നെ കഥകളൊക്കെ പണ്ട് ശുഭപര്യവസായി ആയിരുന്നു. അത് നമുക്കറിയാം. സങ്കടത്തിന്റെ അവസാനം നമ്മളൊരു നല്ലൊരു തീരത്തണയും എന്നുള്ള ഒന്ന് ഹൃദയസ്പർശിയായിട്ട് ഒക്കെ പറഞ്ഞ് പോകുന്ന രീതിയിലുള്ളത്. ഒരു കാലത്ത് ഈ സാധാരണക്കാരെയൊക്കെ ഈ ഭാഷയും സാഹിത്യവും വായനയും ഒക്കെ ആയിട്ട് പിടിച്ചു നിർത്തിയ ഒരാളാണ് ഈ മുട്ടത്ത് വർക്കി. അപ്പം പ്രസിദ്ധീകരണങ്ങൾ എഴുതുന്ന ആള് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അത് നമ്മൾ സാധാരണക്കാർക്കൊക്കെ വളരെ ഇഷ്ടമുള്ള കഥകളും അത് വായിക്കുകയും അത് ഓർമ്മയിൽ സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒന്നായിരുന്നു എന്ന് പറയാം. ഞാനൊരു കാര്യം കൂടെ ഓർമ്മിക്കുന്നുണ്ട്. ഈ OV വിജയന് ആണ് ആദ്യത്തെ മുട്ടത്ത് വർക്കി പുരസ്കാരം പ്രഖ്യാപിച്ചത്. അന്ന് വലിയ എഴുത്തുകാരൊക്കെ വിജയൻ അത് സ്വീകരിക്കുമോ എന്ന് സംശയം. കാരണം പൈങ്കിളി എഴുത്തുകാരൻ ഗംഭീര ഗഹനമായി എഴുതുന്ന ഒരു ആള് ഈ അവാർഡ് സ്വീകരിക്കും. വിജയൻ ആ അവാർഡ് സ്വീകരിച്ചു. അത് സ്വീകരിച്ച് അദ്ദേഹം അന്ന് മറുപടി പറഞ്ഞതൊക്കെ എനിക്ക് എവിടെയോ ഓർമ്മ കിടപ്പുണ്ട്, അത് എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു കാലത്ത് സാധാരണക്കാർ ഇഷ്ടപ്പെട്ടിരുന്ന കഥകളൊക്കെ എഴുതിയിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇത് കുറച്ചുകൂടെ ഹൃദയസ്പർശിയായിട്ട് അവതരിപ്പിക്കാമായിരുന്നു. കഥ അവതരണം ഇങ്ങനെ തട്ടിത്തടഞ്ഞു പോയത് എനിക്കൊരു ചെറിയൊരു അലോസരം ഉണ്ടാക്കിയോ എന്ന്. കഥ പറഞ്ഞ ആള് പിണങ്ങണ്ട, പക്ഷെ എന്നാലും അതിങ്ങനെ കുറെ കൂടെ കഥ ഇങ്ങനെ പറഞ്ഞു പോകാമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് കേട്ടോ. വിമർശനമൊന്നുമല്ല, നമ്മൾ അത് ഇങ്ങനെ കേൾക്കുമ്പോൾ ഉള്ള ആ കഥ പണ്ട് വായിച്ച സുഖവും ഈ മറ്റേ അനിയത്തിയെ കുടയിൽ കയറ്റാത്തപ്പോ ഉള്ള ആ കുഞ്ഞ് ചേട്ടന്റെ മനസ്സും ഒക്കെ നമ്മുടെ ഈ നറേഷനിലൊന്ന് വന്നിരുന്നെങ്കിൽ അത് കുറെ കൂടെ ഭംഗിയായേനെ. അപ്പോൾ എങ്കിലും ഈ പണ്ടത്തെ മറന്നുപോയൊരു കഥ ഓർത്തെടുത്ത് അത് കൂടുതൽ നന്നായി അത് ഒന്നുകൂടെ ഒന്ന് അനുസ്മരിക്കാൻ സഹായിച്ചു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഇത് മലയാളത്തിൽ ഒരുപാട്, പക്ഷെ മുട്ടത്ത് വർക്കിയുടെ ഒരു കാര്യം, അദ്ദേഹം തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ രചനകളാണ് സിനിമകളാക്കിയിട്ടുള്ളത്. ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന്റെ, ജ്ഞാനസുന്ദരി, പിന്നെ എന്താണ് എണപ്രാവ്, അതേപോലെ സ്ഥാനാർത്ഥി സാറാമ്മ, അങ്ങനെ കുറേ അധികം ഇങ്ങനെ അന്നത്തെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. കുറേ അധികം അത് കഥയുള്ളത് കൊണ്ടാണല്ലോ അത് സിനിമയാകുന്നത്. കഥയില്ലാതെ വെറും സാഹിത്യം പടച്ചു വെച്ചാൽ എങ്ങനെയാണ് സിനിമയാവുക? അത് സിനിമയാക്കാനൊന്നും പറ്റില്ല അങ്ങനെയുള്ളത്. അപ്പൊ കഥയുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ബെന്യാമിന്റെ ആടുജീവിതം അത് ഓസ്കാറിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ അതിലൊരു കഥയുള്ളത് കൊണ്ടാണ്, ഒരു മെസ്സേജ് ഉള്ളത് കൊണ്ടാണ് അത് ആളുകൾ ഇഷ്ടപ്പെടുകയും അത് സിനിമയാകുകയൊക്കെ ചെയ്യുന്നത് പോലെ. ഇത് ഗംഭീരമായൊരു മെസ്സേജാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഇതൊന്ന് വായിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അനിയത്തിയെ സ്നേഹിക്കാനും സഹോദരങ്ങളെ സ്നേഹിക്കാനും ഒക്കെ അത് പര്യാപ്തമാകുകയും ചെയ്യും. പിന്നെ നമ്മൾ ഈ മറ്റുള്ളവർക്ക് വേണ്ടി കരുതലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കും. ഇപ്പോൾ മക്കൾ പോലും വേണ്ട, ഞങ്ങൾ ജീവിതം ഒന്ന് ആസ്വദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഒരു ദമ്പതിമാരെ ഈയിടെ കണ്ടുമുട്ടി. അപ്പോൾ അവർക്ക് കുട്ടിയൊന്നും ആയില്ലേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞേ അത് ആവശ്യമില്ല, ശല്യമാണ് എന്ന് പറയുന്നത് കേൾക്കുകയുണ്ടായി. അതായത് ത്യാഗം പോയിട്ട് സ്നേഹം പോലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ സന്നദ്ധമാവാത്ത ഒരു സമൂഹത്തിൽ വിവാഹമേ വേണ്ടാന്ന് പറഞ്ഞവരുണ്ട്. കാരണം വേറൊരാളിനെ സഹിക്കാൻ പറ്റുന്നില്ല, വേറൊരാളുടെ കൂടെ ശയിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് വിവാഹമേ വേണ്ട. വിവാഹമൊക്കെ കഴിക്കാം, പക്ഷെ കുട്ടികളൊന്നും വേണ്ട, ആ ശല്യങ്ങളൊന്നും സഹിക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ ഇല്ലായ്മയും വല്ലായ്മയും പോരായ്മയും ദാരിദ്ര്യവും ദുഃഖവും ഒക്കെ ഒരു കണക്കിൽ മനുഷ്യജീവിതത്തിന് അത്യാവശ്യമാണ്. മനസ്സിനെയും ജീവിതത്തിനെയൊക്കെ റിഫൈൻ ചെയ്തെടുക്കാനും പരിശുദ്ധമാക്കാനും ഒക്കെ കുറേ കഷ്ടപ്പാടും ത്യാഗങ്ങളും ഒക്കെ നല്ലതാണ്. ഒരുപാട് മാനങ്ങളുള്ള ഒരു കഥയായിരുന്നു. എന്തായാലും ഇത് അവതരിപ്പിച്ചതിൽ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം വളരെ വിദൂരമായ ഒരു ബാല്യകാലത്ത് എന്നോ പഠിച്ച
ഒരു മലയാളം സെക്കൻഡ് ലാംഗ്വേജ് കഥ ഇങ്ങനെ മനസ്സിൻ്റെ കഥകളൊക്കെ തുറന്ന് വളരെ പിന്നിലേക്ക് പോയി വള്ളി നിക്കറിട്ട് കഴിഞ്ഞ ഒരു ബാലകനായിട്ട് ഞാൻ ഈ കഥ കേട്ടു എന്ന് പറഞ്ഞാൽ മതി. എന്തായാലും ഈ കഥ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ചതിൽ പ്രത്യേക അഭിനന്ദനം. ഇനി അടുത്ത കഥ അവതരിപ്പിക്കും ഒന്നുകൂടെ അതൊന്ന് നറേഷനിൽ ശ്രദ്ധിക്കണം എന്നൊരു അപേക്ഷയും കൂടെ ഉണ്ട്. ഐ കൺക്ലൂഡ്. അതിൻ്റെ കുറ്റം മുഴുവൻ ഞാൻ ഇട്ടോളാം. ഞാൻ വളരെ ലേറ്റായിട്ടാണ് പറഞ്ഞത് ഒരു കഥ ആവിഷ്കരിക്കപ്പെടണമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ലേറ്റായി പോയി. അതിനുള്ള സമയമോ ഒന്നും കിട്ടിയില്ല. എങ്കിലും വെരി ഗുഡ് എഫേർട്ട്. ഓക്കെ, ദെൻ സ്നേഹലത കൂടെ ഒന്ന് പറയൂ. ഇല്ല, ഓക്കെ, ജോസ് സാർ പറയൂ. ഓക്കെ, ആദ്യം തന്നെ പ്രിയപ്പെട്ട സഹോദരിക്ക് പ്രത്യേകം നന്ദി, സന്തോഷം. വയ്യ വേളയിലുള്ള അറിയിപ്പിനെ തുടർന്ന് ഈ ദൗത്യം ഏറ്റെടുത്തു എന്നുള്ളതിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വളരെ 1961 തോന്നുന്നു ഈ കഥ പുറത്തു വരുന്നത്. വളരെ കാലത്തെ 40, 24, 64 വർഷത്തെ പഴക്കമുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും ജനിക്കുന്നതിന് മുമ്പ് അല്ലെ അവരുടെ ജനന കാലഘട്ടത്തിലൊക്കെ ഉള്ള കഥയാണ്. ഏതായാലും ഞാൻ ജനിക്കുന്നതിന് മുമ്പാണ്. അന്നത്തെ കഥാകാരന്മാരുടെ ഒരു രീതി ഇതിൻ്റെ അകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. മുട്ടത്ത് വർക്കി, കാനം, ഈജെ, അതുപോലെയൊക്കെയുള്ള എഴുത്തുകാർ ചെറിയ മലയാള മനോരമ, മംഗളം തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിലൂടെ അല്ലെങ്കിൽ ആ കാലത്തുള്ള അത്തരം അച്ചുപതിപ്പിലൂടെ ഒരുപാട് സാധാരണക്കാരെ വായിപ്പിച്ച, അക്ഷരം വായിപ്പിച്ച വലിയ പ്രതിഭകളാണ് ഇവരെ. ഒരുപക്ഷെ വലിയ ഗ്രന്ഥങ്ങൾ എഴുതുന്ന ആളുകളുടെ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു പ്രത്യേക ക്ലാസ്സിലുള്ള ആളുകളാണ്. വളരെ കുറച്ചു പേരായിരിക്കും വായിക്കുന്നത്. എന്നാൽ ഇത് ഒരുപാട് വീട്ടമ്മമാരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു നല്ല കഥാകാരനെ ഈ നല്ല ദിവസം ഓർക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ അന്നത്തെ കഥകളുടെയൊക്കെ ഒരു പ്രത്യേക രീതി, ഒരു സന്ദേശം അതിൻ്റെ അകത്ത് ഉണ്ടാകുക എന്നുള്ളതാണ്. തലമുറയ്ക്ക് ഏതെങ്കിലും ഒരു സന്ദേശം, ആ രീതിയിലൊക്കെയുള്ള ക്ലൈമാക്സും ഒക്കെയാണ് അവിടെ കൊടുക്കുക. ഇന്നൊരു പക്ഷേ ഈ കഥ വലിയ പ്രാധാന്യമൊന്നുമില്ല, വേറെ വലിയ ഭയങ്കരമായ എന്തെങ്കിലുമൊക്കെ സെറ്റിങ്സിലൂടെയാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയും ചെറിയ വയലേഷൻ, അക്രമം, മദ്യം അല്ലെങ്കിൽ സംഘട്ടനം, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളായിരിക്കാം അവിടെ ആളുകളെ ത്രസിപ്പിച്ച് നിർത്തുക. അല്ലെ ശബ്ദം ഒക്കെയാകാം. ഇവിടെ ആദ്യം തന്നെ ഒരു സഹോദരന്റെ സഹോദരിയോടുള്ള സ്നേഹം ഈ കഥയിൽ ആദ്യം നമ്മൾ കാണുന്ന, ശരിക്കും കല്ലെറിഞ്ഞു എന്നുള്ളത് ഒരു തെറ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. എങ്കിൽ കൂടെയും അത് എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് അവന്റെ പെങ്ങളോടുള്ള സ്നേഹം. ഒത്തിരി ഒന്നും ആലോചിച്ചിട്ടോ അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടൊന്നുമല്ല, സ്പണ്ടനായിട്ട് ചെയ്ത ഒരു പ്രവൃത്തിയാണ്. ഓക്കെ, അതൊരു വശം. അതിന്റെ എന്തുമാത്രം ഗ്രാവിറ്റി ഉണ്ട്. ഇന്നാണെങ്കിലും ഒരു പക്ഷെ കേസിനൊക്കെ പോവുകയോ എന്തെങ്കിലുമൊക്കെ അതിന്റെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. പിന്നീട് മറ്റൊന്നാണ്, കുടുംബങ്ങളിൽ അന്ന് രണ്ട് കെട്ടിലും പിള്ളേര്, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇവിടെ രണ്ടാനമ്മയുടെ ക്രൂരത, അതൊക്കെയായിരുന്നു അന്നത്തെ ആളുകളെ ത്രില്ലടിപ്പിക്കുന്നത്. ഇന്നിപ്പോ അതൊന്നും പറഞ്ഞാൽ ചിലപ്പോ അത്ര സംഗതി. ഇന്ന് രണ്ടാനമ്മയും ഒന്നാനമ്മയും എല്ലാ അമ്മയും ചിലപ്പോ പീഡനം നടത്തുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടോ, അല്ലെങ്കിൽ പീഡനം ഒരു വലിയ ഒരു വാർത്തയല്ലാത്തത് കൊണ്ടാകാം. അങ്ങനെ രണ്ടാനമ്മ പീഡിപ്പിക്കുന്നു രണ്ടുപേരും വീട് വിട്ടു പോകുന്നു, അവർക്ക് അഭയം കൊടുക്കുന്നു. അതും ഒരു പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു അക്കാലയളവിൽ. അതാണ് ഈ കഥയുടെ മറ്റൊരു കാര്യം. ഒരു ഡോക്ടറെ ഒരാൾക്ക് അഭയം കൊടുക്കുന്നു. അവസാനം ആ ഡോക്ടറുടെ അപ്പൊ ഇത് പിന്നെ ഈ ആങ്ങളെയും പെങ്ങളും മറ്റുള്ളവരാൽ വളർത്തപ്പെടുന്ന ഇവര്
ഒരർത്ഥത്തിൽ അനാഥർ. ഈ അനാഥരെ ഈ ഡോക്ടറുടെ സമ്പന്നമായ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു. ഒരു മകനെ കൊണ്ട് പെണ്ണിനെ കെട്ടിപ്പിക്കുന്നു, മറ്റേ ആളിനെ കൊണ്ട് തിരിച്ചു. ഇതും ഒരു പ്രത്യേക മെസ്സേജ് ഉള്ളതാണ്. അന്നും കല്യാണമുണ്ട്, ഇന്നും കല്യാണം ഒക്കെ ഉണ്ടെങ്കിലും അത് അക്കാലത്തെ ആളുകളെ ഒക്കെ ഒരുപക്ഷെ കോരിത്തെരിപ്പിക്കാൻ സാധ്യതയുള്ളതാണ്. ഇന്ന് അതിന് വലിയ പ്രസക്തിയൊക്കെ ഉണ്ട്. സമ്പത്തിന് അല്ല അവിടെ പ്രാധാന്യം, അല്ലെങ്കിൽ പിന്നെ കുടുംബ മഹിമയ്ക്കല്ല അവിടെ പ്രാധാന്യം എന്നൊക്കെ ഉള്ള ഒരു പ്രാധാന്യം നമുക്ക് വേണമെങ്കിൽ അവിടെ കാണുവാൻ സാധിക്കും. ഏറ്റവും അവസാനം ഇങ്ങനെ ഈ പ്രതികാരമല്ലായിരുന്നല്ലോ, ആ സ്നേഹപ്രകടനത്തിലൂടെ അവർക്കുണ്ടായ ദോഷം. അങ്ങനെ വന്ന അയാളെ ഒരു ഡോക്ടറാക്കാൻ വേണ്ടിയാണ് ഒരുപക്ഷെ ഈ ഡോക്ടറുടെ വീട്ടിൽ താമസിക്കുന്നത്, ഡോക്ടറുടെ മക്കളെ കൊണ്ട് കെട്ടിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ സന്ദർഭം ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ വളർന്നു വന്ന ഈ ഡോക്ടർ ശസ്ത്രക്രിയക്ക് വേണ്ടി ആ ഡോക്ടറുടെ മുമ്പിൽ എത്തിപ്പെടുന്നത് പഴയ കഥാപാത്രം. അവരെ ശുശ്രൂഷിക്കുന്നു. ഡോക്ടർക്ക് എങ്ങനെയാണോ മനസ്സിലായതായിരുന്നു. അപ്പോൾ വീട് വിട്ടിറങ്ങി പോകുമ്പോൾ ഈ ബേബി എന്ന് പറയുന്ന പയ്യൻ പെങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരു വാക്കാണ്, നിനക്ക് ഞാനൊരു കുരുവിയുടെ പടമുള്ള പിടിയോടുകൂടിയ ഒരു കുട കൊണ്ട തരാം എന്ന് പറയുന്ന ആ വാഗ്ദാനം പാലിക്കുന്നു. ആ വാഗ്ദാനം പാലിക്കുന്നതിന് അതാണ് ഇവിടുത്തെ വലിയ ക്ലൈമാക്സ് ആയിട്ട് അവിടെ അവതരിപ്പിക്കുന്നത്. ആ വാഗ്ദാനം നമ്മുടെ പഴയ പിന്നെ ഇതേപോലെ ഏറിന് വിധേയമായി നെറ്റിപൊട്ടിയ നമ്മുടെ പ്രിയപ്പെട്ട ആളാണ്. അതുകൊണ്ട് ആ ആളിനെ നമുക്ക് സഹായിക്കാൻ പറ്റി എന്നുള്ളത് ആ സമയത്ത് പെങ്ങള് നാടകീയമായിട്ട് അവിടേക്ക് വരുന്നു. ഇതൊക്കെയായിരുന്നു ആ രീതിയിലെ ആ കാലത്തെ ഒരു ക്ലൈമാക്സ് അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അത് സാധാരണ മനുഷ്യർക്ക് വലിയ ചിലപ്പോൾ മഹത്വം ചിലപ്പോൾ തോന്നണമെന്നില്ല. സാധാരണ മനുഷ്യന്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു കഥയാണ്. അങ്ങനെ മുട്ടത്ത് വർക്കയിലൂടെ ആ സാധാരണക്കാർക്കൊക്കെ ആണല്ലോ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ സാധാരണക്കാരനെ സ്വാധീനിച്ച സാധാരണക്കാരന്റെ വളരെ സാധാരണമായ ഒരു കഥ ഇവിടെ വളരെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിച്ചു. അത് തീർച്ചയായിട്ടും നന്നായിരിക്കുന്നു. ഇനിയും തുടർന്ന് അവതരിപ്പിക്കാനായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ വരണം. ഏത് കഥയാണെങ്കിലും നമുക്ക് എത്ര നന്നായിട്ട് അറിയാമെങ്കിൽ കൂടെയും നോക്കി വായിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്ക് സമയത്തെക്കുറിച്ചോ പറച്ചിലിനെ കുറിച്ചോ ഒന്നും തന്നെ ആശങ്കപ്പെടേണ്ടതില്ല. ബാക്കി ഇതിൽ കഥ പറയാൻ ആഗ്രഹിക്കുന്നവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ നമുക്ക് എത്ര അറിയാമെങ്കിലും നോക്കി വായിച്ചാൽ അത് വളരെ സ്ഫുടമായിരിക്കും. അതിന് യാതൊരുവിധ ഇടയ്ക്ക് ഭ്രംശങ്ങളൊന്നും വരില്ല, വിഘ്നങ്ങൾ വരില്ല. അപ്പൊ ഇത് എൻ്റെ ഒരു നിരീക്ഷണം പറഞ്ഞുകൊണ്ട് വളരെ നന്നായിരുന്നു. ഏറെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു, സുന്ദരമായിരുന്നു. ഇനിയും വരണം, ധാരാളം ഉയരങ്ങളിലെത്തട്ടെ. പഠനവും തുടർന്നുള്ള ജീവിതവും ഒക്കെ സഹോദരിക്ക് ആശംസിക്കുന്നു. ജോൺ സ്റ്റാൻഡി സാറിന്റെ നന്മയുള്ള കുടുംബത്തിൽ നിന്ന് തൻ്റെ മകളായി ജനിക്കുന്നു എന്നുള്ളത് ഈ പറയുന്ന രീതിയിൽ ഏറെ നന്മയുള്ളത് തന്നെയാണ്. എല്ലാ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു. താങ്ക് യു സർ. വിൻസെന്റ് ജോസ് സാർ എന്തെങ്കിലും പറയുന്നോ? ഒരു കുടയും കുഞ്ഞു പെങ്ങളും വായിച്ചിട്ടുണ്ടോ? ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ജോമോൾ ഒരു ചെറിയ അഭിപ്രായത്തോട് നമുക്ക് പരിചയം. എല്ലാ നല്ല വാക്കുകൾക്കും ഒരുപാട് നന്ദി. എല്ലാവരുടെയും പണ്ടത്തെ കുറച്ച് കാലങ്ങളിലേക്ക്, അല്ലെങ്കിൽ പഴയ കുറെ ഓർമ്മകളിലേക്ക്, സ്കൂൾ കാലഘട്ടത്തിലേക്ക്, വർഷങ്ങൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത് എനിക്ക് വളരെയധികം സന്തോഷം. സാറ് പറഞ്ഞതുപോലെ ഞാൻ
ഓക്കെ, ഞാൻ ജസ്റ്റിഫിക്കേഷൻ എന്നുള്ള രീതിയിലല്ല, എന്നാൽ പോലും സ്വീറ്റ് റിവെഞ്ച് എന്ന് പറയാനായിട്ട് കാരണം നമ്മുടെ സമൂഹത്തില് ആൾക്കാർ ഇപ്പം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു മനോഭാവമാണ്. ചിലപ്പം അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ അവർ ഇടപെടുന്ന ആളുകൾ കൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ മാനസിക നിലകൾ കൊണ്ടോ, അവരുടെ ട്രോമകൾ കൊണ്ടോ എല്ലാം റിവെഞ്ച്ഫുൾ ആയിട്ട് ലൈഫിനെ നയിക്കുന്ന രീതിയിലേക്കാണ് മനുഷ്യന്റെ ഒരു കടന്നുപോക്ക്. കുറച്ചുകൂടെ പറഞ്ഞ ചില ആളുകൾക്ക് പറയും ഇതൊക്കെ എന്താ അന്ത്യകാലത്തില് ഉള്ള അല്ലെങ്കിൽ കലികാലം എന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് കുറച്ച് റിവെഞ്ച്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ട് ആളുകൾ മാറുന്നു. അവർക്ക് അവർ മനുഷ്യനാണ് എന്നുള്ള സത്വത്തെ അവര് മറക്കുന്നു. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ താൻ മൃഗമല്ല, മനുഷ്യനാണ്, നമുക്ക് പ്രതികാര മനോഭാവവും കാര്യങ്ങളും കോമ്പറ്റിറ്റീവ്നെസ്സും ഒക്കെ വേണം. പക്ഷെ അത് വളരെയധികം ഹെൽത്തി ആയിട്ട് പോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വരണം. അങ്ങനത്തെ മാനസിക നിലയുടെ പരമോന്നതയിലേക്ക് എത്തണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് പിന്നെ ഞാൻ എനിക്ക് ഈ സ്വീറ്റ് റിവെഞ്ച് എന്നുള്ള വാക്കിനോട് എനിക്ക് പ്രത്യേകം ഒരു ഇഷ്ടവുമുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് കഥയെ ഞാൻ കൊണ്ടുപോയത്. പിന്നെ ഞാൻ ഈ കഥ എടുക്കാനുള്ള കാരണം, ഞാൻ ഈ ബുക്ക് വർഷങ്ങളോളം തിരക്കി. എനിക്ക് ആ ഒരു ബുക്ക്, ഞാന് 7th അത് പഠിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു ബുക്ക് വാങ്ങണമെന്നുള്ള ആഗ്രഹം ഞാൻ DC ബുക്കിൽ പല പ്രാവശ്യം കയറി ഇറങ്ങിയിട്ട് എനിക്കിത് കിട്ടിയിട്ടില്ല. റീസെന്റ് ഏകദേശം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴാണ്, ഈ കഴിഞ്ഞ വർഷമാണ് എനിക്കത് വാങ്ങാനായിട്ട് പറ്റിയത്. അപ്പൊ അതിനോടുള്ളൊരു ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് പെട്ടെന്നൊരു കഥ പറയാൻ പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു കൂടെയും കുഞ്ഞിപ്പങ്ങളും എന്നുള്ളത് എടുത്തത്. അതിനെപ്പറ്റി അത് വിവിധ തലങ്ങളിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്തതും ഒക്കെ ഒരുപാട് സന്തോഷം. അവതരണ രീതിയിൽ എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സദയം ക്ഷമ ചോദിക്കുന്നു. എനിക്ക് അതിൻ്റെ ഒരു ഹാർഡ് കോപ്പിയിൽ ഞാൻ പിന്നെ കുറച്ച് ഓർമ്മകളും കുറച്ച് സെർച്ചും കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ അതിനൊന്ന് ബിൽഡ് ചെയ്തെടുത്തത്. അപ്പം ഒരുപാട് പേരെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകാനും ഒരുപാട് പേരെ കുറെ നല്ല ചിന്തകൾ ഉരുത്തിരിഞ്ഞു കൊണ്ടുവരാനും ഒക്കെ സാധിച്ചത് വളരെയധികം സന്തോഷം. ഈ ചർച്ചയിൽ ഇപ്പം ഇവിടെ അതിന് വേണ്ടിയിട്ട് വാലിഡ് ആയിട്ടുള്ള കുറെ റെസ്പോൺസും കാര്യങ്ങൾ തന്നതിലും ഒക്കെ ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു സമയം നിങ്ങളോട് ആയിരിക്കാനും അതർക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാനും എനിക്കൊരു അവസരം തന്നതിനായി വളരെയധികം സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. സോ താങ്ക് യു. സാർ ഒരു വാചകം പറഞ്ഞോട്ടെ. ഈ അന്നത്തെ കാലത്ത് എന്റെ ക്ലാസ്സിലൊക്കെ കുടയുള്ളവർ തീരെ ഇല്ലാണ്ടായിരുന്നില്ല. ചേമ്പിലൊക്കെ വെട്ടി തലയുടെ മോളിൽ പിടിച്ചോണ്ട് ഓടുകയും ഈ വാഴയില വെട്ടി തലയെ പിടിച്ചിട്ട് മഴ നനയാ പോവുകയൊക്കെ ചെയ്ത കാലത്താണ് ഈ കുട ഇത്രയും വില പിടിച്ച് നമുക്ക് അപ്രാപ്യമായിട്ടുള്ള വലിയൊരു ലക്ഷറി ആയിട്ടൊക്കെ തോന്നിയിരുന്നത്. ഞാനൊക്കെ ഈ വാഴയില അല്ലെങ്കിൽ ചേമ്പില മുറിച്ച് തലയുടെ മോളിൽ വെച്ചിട്ട് ഈ ഷർട്ടിനുള്ളിലേക്ക് നമ്മുടെ പുസ്തകം തിരിയിട്ട് ഒറ്റ ഓട്ടമാണ്. ചെരുപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് ഈ കുട പിടിച്ചു പോകുന്നവരൊക്കെ വളരെ അപൂർവമായിരുന്നു. അത് ഞാനിപ്പോ പെട്ടെന്ന് ഓർമ്മിച്ചെടുത്തതാണ്. അതുകൊണ്ട് അന്നത്തെ കാലത്ത്, ഇന്ന് കുട എന്ന് പറഞ്ഞാൽ റെയിൻകോട്ട് ഒക്കെ പിള്ളേർക്ക് അറിയും, കുടയൊന്നും അറിയില്ലല്ലോ. പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അതെ അതെ, തീർച്ചയായും. അപ്പൊ പഴയ ആ കാല ഓർമ്മകളും എല്ലാം സോമന ടീച്ചറിനെ പറയും. ഞാനിങ്ങനെ ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, സ്വന്തം കുട്ടികളെ സ്നേഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പോഴത്തെ തലമുറയെ പറ്റി ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് അത് പറയാറുണ്ട്. അപ്പോഴാണ് ഈ ബേബിയും ലില്ലിയും നല്ല ഓരോ വീട്ടിൽ കൂടെ വന്ന് അവരെ മക്കളെ പോലെ വളർത്തുന്ന കാര്യം കേട്ടത്. അത് ഒരു ഭയങ്കര, ഇപ്പൊ അങ്ങനെ ഒരു പിള്ളേരെ ഒന്നും ആരും എടുത്ത് അങ്ങനെ കൊണ്ടുവന്നു കയറി വന്നാ വളർത്തിയല്ല. പക്ഷെ ഇപ്പം ഫോസ്റ്റർ കെയറിൽ കുട്ടികളെ കൊണ്ടുപോയി വളർത്തുന്നുണ്ട്. ഫോസ്റ്റർ കെയറിൽ വളരെ കാര്യമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് 2 പിള്ളേരെ വളർത്തുന്നുണ്ട്. തീർച്ചയായിട്ടും പറഞ്ഞപ്പോഴാണ് നമ്മളുടെ തൊട്ട് മുമ്പത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന YV ചന്ദ്രചൂഡിന്റെ കഥ, അദ്ദേഹത്തിന്റെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ചാൽ 2 കുഞ്ഞുങ്ങളുണ്ട്. 2 കുഞ്ഞുങ്ങളും പിന്നെ കുഞ്ഞുങ്ങൾ ആരായിരുന്നു എന്നും കുഞ്ഞുങ്ങൾ എങ്ങനെയാണെന്നും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ കഥയുടെ ആ ഒരു പൂർണ്ണതയൊക്കെ അതിലൂടെ നമുക്ക് കാണാം. 2ഉം അഡോപ്റ്റഡ് ആണ്, 2ഉം സെറിബ്രൽ പാൾസി ആണ്. അപ്പൊ എത്ര കെയറിങ് ആണ്, എന്താണ് മനുഷ്യന്റെ ആ
മാനങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ കഥയിലെ ഒരു റിയാലിറ്റി ഇന്ന് കാണാം, ചുരുക്കമാണെന്ന് മാത്രം. ചുരുക്കമേ കാണാൻ പറ്റൂ. യെസ്. പിന്നെ ആ കുട്ടിയെ 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ എൻ്റെ ഒരു സുഹൃത്ത് എടുത്തുകൊണ്ടുവന്ന് വളർത്തുമ്പോഴത്തേക്ക് അതിന് പെട്ടെന്ന് ഒരു വ്യത്യാസം കണ്ടിട്ട് നോക്കിയപ്പോൾ അതിന് ഷുഗർ. അവരിപ്പം ഇടയ്ക്കിടയ്ക്ക് ഓടി ആസ്പത്രി കൊണ്ടുപോയി ICUലൊക്കെ കിടക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അപ്പം പെൺകുട്ടി ആയതുകൊണ്ട് അവര് തന്നെ പോകണമല്ലോ കൂടെ എപ്പോഴും, ജോലിക്ക് പോകാൻ പറ്റാതെ. എന്നിട്ട് അവര് അതിനെ സ്നേഹിച്ച് വളർത്തുവാണ്, ത്യാഗം സഹിച്ച്. വേണമെങ്കിൽ ഫോസ്റ്റർ കെയർ ആയതുകൊണ്ട് വേണമെങ്കിൽ തിരിച്ചുകൊണ്ട് വിടാം, അവർ തിരിച്ചുകൊണ്ട് വിടുന്നില്ല. അതല്ലേ അതിന് മനുഷ്യന്റെ ആ ഒരു കണക്ടിവിറ്റി. അതിനെ കൂട്ടിന് വേണ്ടിയിട്ട് അതിന്റെ ഇളയതിനെയും കൂടെ പോയി എടുത്തോണ്ട് പോകും. രണ്ടുപേരെ വളർത്തുക. ഓക്കെ. Thank you, അപ്പൊ sir. ഇന്നത്തെ വളരെ പഴയ കാലത്തേക്ക് ഒത്തിരി എന്ന് വെച്ചാൽ ചേമ്പലയും വാഴയിലും ഉപയോഗിച്ച കുടകൾ വരെ നമുക്ക് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. തീർച്ചയായിട്ടും അതൊക്കെ ഒരു വലിയ ഒരു കാലം തന്നെയാണ്. അങ്ങോട്ടൊക്കെ എത്തിക്കാൻ ജോമോൾക്ക് സാധിച്ചു. താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ. ഇനി മനോഹരമായ കഥകളുമായിട്ട് തിരിച്ചു വരിക. വീണ്ടും നമുക്ക് കാണാം. നമ്മുടെ പ്ലാറ്റ്ഫോം എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. എല്ലാ ദിവസവും 7 മണിക്കുണ്ട്. പല പല വിഷയങ്ങളാണ്. തിങ്കളാഴ്ച സൈക്കോളജിയാണ്, ചൊവ്വാഴ്ച സ്റ്റോറിയാണ്, ബുധനാഴ്ച മൈൻഡ്ഫുൾനെസ് ആണ്, വ്യാഴാഴ്ച ഹോളിസ്റ്റിക് ഹെൽത്ത് ആണ്, വെള്ളിയാഴ്ച തിരുക്കുറൽ. അതിൻ്റെ ഓരോരോ അത് വളരെ രസകരമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ശനിയാഴ്ച ബിസിനസ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ചെയ്ത കുറേ ടോപ്പിക്കുകളാണ്. സെയിൽസ്, അങ്ങനെയൊക്കെ പല ടൈപ്പുകൾ. സൺഡേയിൽ മ്യൂസിക് തെറാപ്പിയാണ്. അങ്ങനെ ഒരു ഫുൾ വീക്ക് നമ്മൾ ബിസിയാണ് എല്ലാ ദിവസവും വൈകുന്നേരം. പ്ലസ് അതുപോലെ കുറേ പ്രോഗ്രാംസ്. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ കുറേ പേര് കാണും. ചില ദിവസമൊക്കെ ആൾ കൂടും, ചില ദിവസം കുറയും. അങ്ങനെ ദാറ്റ് വിൽ ചേഞ്ച്. ഓക്കെ. അപ്പം സ്വാഗതം പുതിയ ഈ ലോകത്തിലേക്ക്. ഫ്രീ ആണെങ്കിൽ ചുമ്മാ വന്ന് കയറും. Thank you for the opportunity. Really, thank you. ഓക്കെ. So grateful സി യു. for. അപ്പോൾ ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് മൈൻഡ്ഫുൾനെസ്സിൻ്റെ പുതിയൊരു അധ്യായം. ഇപ്പോൾ മൈൻഡ്ഫുൾനെസ് നമ്മൾ ഏകദേശം 100 ക്ലാസ്സുകൾ കഴിഞ്ഞിരുന്നു. വീണ്ടും ഇനിയൊരു പുതിയ പ്രോസസ്സ് ആൻ്റണി സാറിലൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അടുത്ത ഒരു 100 ദിവസത്തെ പ്രോഗ്രാം സാർ അത് സെറ്റ് ചെയ്യുകയാണ്. വളരെ മനോഹരമായ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് നാളെ റെഡിയാകാം. സോ താങ്ക് യു ടുഡേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഗുഡ് നൈറ്റ്. സി യു. ബൈ.